ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു ട്രിപ്പ് പോകാൻ തീരുമാനിച്ചു കേട്ടോ. പോകാൻ തീരുമാനിച്ചത് നെല്ലിയാമ്പതിയിലേക്കാണ്, പക്ഷേ ആ ട്രിപ്പ് ക്യാൻസലായി. അത് കാരണം കൊണ്ട് തന്നെ ഞങ്ങളൊരു അരമണിക്കൂറിൽ തീരുമാനമെടുത്ത് നേരെ വിട്ടു ചിമ്മിനി ഡാമിലേക്ക്. തൃശ്ശൂർ വരന്തരപ്പള്ളി വേലുപാടത്തിനടുത്താണ് കേട്ടോ അപ്പോൾ ചിമ്മിനി ഡാം ഉള്ളത്. അപ്പോൾ തൃശ്ശൂരുള്ള ആളുകൾക്ക് തന്നെ ചിലപ്പോൾ ഈ ചിമ്മിനി ഡാമിനെ കുറിച്ച് അറിയണമെന്നില്ല, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അറിയെങ്കിൽ പോലും അവിടേക്ക് പോയിട്ടുണ്ടായിരിക്കില്ല. ഞങ്ങൾ തന്നെ അവിടേക്ക് ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് ചിമ്മിനി ഡാമിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് മെയിനായിട്ടും കാണാനായിട്ട് പറ്റുന്നത് റബ്ബർ മരങ്ങളാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ ചെറിയ ചെറിയ അരുവികളും ഒഴുകുന്നതായിട്ട് കാണാനായിട്ട് പറ്റുമായിരുന്നു. അപ്പോൾ ഈ കാടും പുഴയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഏരിയ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അങ്ങനെ നമ്മൾ ചിമ്മിനി ഡാമിൻ്റെ എൻട്രിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് ചിമ്മിനി ഡാമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയത് ഞായറാഴ്ചയായിരുന്നു കേട്ടോ. ഇനി ഇത് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നമുക്ക് കുറച്ച് വഴി ഉള്ളിലേക്ക് പോയിട്ട് ചിമ്മിനി ഡാമിലേക്ക്, ആ ഡാമിൻ്റെ ഭാഗത്തേക്ക് കയറുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബ്രിഡ്ജിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആദ്യത്തെ കാഴ്ച എന്ന് പറയുന്നത് നമുക്ക് ഈ മലയുടെ മുകളിൽ ഇതുപോലെ മേഘങ്ങളിങ്ങനെ മഞ്ഞ് പോലെ കാണാനായിട്ട് പറ്റുമായിരുന്നു. നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ അത്. അതുപോലെ തന്നെ ഈ ബ്രിഡ്ജിന് താഴെയായിട്ട് ഒരുപാട് പേര് പുഴയിൽ ഹയാക്കിങ് നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിനി അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് അവിടേക്കുള്ള ഒരു ഇറക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഇറക്കം ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് ഇതുപോലെ ഒരു മലയും അതുപോലെ തന്നെ പുഴയായിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പറയുവാനിതാദ്യമായി വരികൾ മായേ മിഴികളിൽ ഒരായിരം മഴവിൽ പോലെ ശലഭമായി പറന്നൊരാൾ അരികിൽ ചേരും. പിന്നെ ഞങ്ങൾ ആൾക്കാരിങ്ങനെ ഹയാക്കിങ് ചെയ്യണത് നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരെന്തിട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ പുഴയുടെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് ഇങ്ങനെ റൗണ്ടിൽ കറക്കിക്കൊണ്ടിരിക്കുക. കാണുന്ന നമുക്ക് തലകറക്കം വന്നിട്ട് പേടിയാവുന്നുണ്ടെങ്കിലും ആ പോയ ആൾക്കാർക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. അവർ നന്നായിട്ട് എൻജോയ് ചെയ്തിരുന്നു. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല. ഞങ്ങളിങ്ങനെ ചെറുതായിട്ട് കാലൊക്കെ നനച്ച് വെള്ളത്തിലൊക്കെ ഇറങ്ങി ഇങ്ങനെ നിന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴക്കാർ വന്നു. അതുമാത്രമല്ല നല്ല ഇടിവെട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നല്ലപോലെ ധൈര്യമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് വേഗം കയറി. എന്നിട്ടും കുറേ ആൾക്കാർ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറേ പേര് ഹയാക്കിങ്ങിന് പോകുന്നുണ്ടായിരുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അവിടെ നിന്ന് കയറി. പിന്നെ നേരം ഏകദേശം വൈകിയിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. നമ്മൾ തിരിച്ച് പോരുന്ന സമയത്ത് പോലും നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെ. അത്ര ഇടിവെട്ടുണ്ട്, അത്ര മഴ ചെറുതായിട്ട് ചാറുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്നും പുറപ്പെട്ടു. ഒരു 5:30 നേരത്താണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. പക്ഷെ നമുക്ക് നല്ല ഇരുട്ടായിരുന്നു വഴിയിൽ. പിന്നെ നമ്മൾ ചിമ്മിനി ഡാമിലേക്ക് പോകുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞല്ലോ ഒരുപാട് അരുവികൾ കാണാമെന്ന്. അപ്പോൾ അവിടേക്ക് തിരിച്ചു വരുന്ന ടൈമിൽ ഇറങ്ങാനായിട്ടൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് നമ്മളവിടെ ഇറങ്ങി കേട്ടോ. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരുന്നു കാണാൻ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിമ്മിനി ഡാമിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടെയായിരുന്നു കേട്ടോ. ഈ വെള്ളത്തിലൂടെ നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും നടന്നു പോയിരുന്നു. അത് മാത്രമല്ല ഈ വെള്ളത്തിനിടയിൽ നല്ല ഭംഗിയുള്ള ഒരുപാട് വെള്ളാരങ്കല്ലുകളുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. കുറേ കഴിഞ്ഞപ്പോൾ അവിടെ നല്ല മഴ പെയ്തിട്ട് പോലും ഞങ്ങൾക്ക് അവിടെ നിന്ന് കയറാനായിട്ട് തോന്നിയിരുന്നില്ല. എന്നാലും ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് കയറി. എന്നിട്ടും അവിടെ ഒരുപാട് ആളുകൾ നിന്ന് വെള്ളത്തിൽ കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു ട്രിപ്പായിരുന്നു. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്കും ഈ വീഡിയോ കണ്ട് നല്ല ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ സ്ഥലത്തേക്ക് ഒരു വട്ടെങ്കിലും പോയി നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ.